ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ നല്ല വറുത്തരച്ച് ഞണ്ട് കറി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണം കൂടി അമർത്തണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ 1 കിലോ നല്ല ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഇതിൽ നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കട്ടെ. അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ പകുതിയില്ലേ, ആ തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ജീരകം ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ ചേർത്ത് ഇതുപോലെ ഞാനങ്ങ് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കാം. അത് അവിടുന്ന് ചൂടാറട്ടെ. ആ സമയം നമുക്ക് ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, മൺചട്ടി. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. അത് ചൂടായ ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കളർ മാറട്ടെ. കുറച്ച് ഗോൾഡൻ കളറൊക്കെ ആവട്ടെ. ഇതിപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. കൂടാതെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അതെല്ലാം കൂടി നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് 2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തുള്ളത് കൊണ്ട് ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ എല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നല്ലൊരു കളറും നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ മസാലകളൊക്കെ എല്ലാ രീതിയിലും എല്ലായിടത്തും എത്തുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റോളം അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് വേവട്ടെ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വെന്തിട്ട് നല്ല ഇതിൻ്റെ ഗ്രേവിയൊക്കെ പുറത്ത് കാണുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയില്ലേ, അത് ഞാൻ മിക്സിയിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു വെക്കുക. നന്നായി തിളക്കട്ടെ ഇത്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് ഫ്ലെയിം ഓഫാക്കി വെച്ചാൽ കുറച്ചുകൂടി കുറുവും കേട്ടോ. ആ സമയം നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ചൂടാറിയ ശേഷമുള്ള അവസ്ഥയാണിത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയാൽ നല്ല തിക്കാവും. അപ്പോൾ നല്ല അടിപൊളി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസും പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് താങ്ക് യു.